അവിയലിനാവശ്യമായ വെജിറ്റബിൾസ് നീളത്തിൽ അരിഞ്ഞത് ഗ്യാസ് എത്തിച്ച് വേവിക്കാൻ വയ്ക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ഒരു മുറി തേങ്ങ, ഒരു 7 പച്ചമുളക്, 2 ചെറിയുള്ളി എന്നിവ ചതച്ചെടുക്കും. വേവിച്ച് വറ്റിച്ചെടുത്ത വെജിറ്റബിൾസിലേക്ക് തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അവയിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 6 ടീസ്പൂൺ തൈര് ചേർത്ത് അവയിൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വയ്ക്കാം. അവയിൽ റെഡി. രണ്ടാമത്തെ ട്രിപ്പ് സാമ്പാറാണ്. സാമ്പാറിന് ആവശ്യമായ വെജിറ്റബിൾസ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. വെജിറ്റബിൾക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. ഗ്യാസ് കത്തിച്ച് വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കയുടെ വഴുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്ത വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ചെറുനാരങ്ങ വലിപ്പത്തിൽ പിഴിഞ്ഞ പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കും. വേവിച്ച് വെച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ വറുത്തെടുത്തത് അരച്ച് കൊടുക്കണം സാമ്പാറിലേക്ക്. നന്നായി 5 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വറുത്തരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് വറുക്കാം. കടുക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക്, കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായത് കാബേജ് ഉപ്പേരി വയ്ക്കാം. കടുക്, കറിവേപ്പില ഇട്ടു. കാബേജ്, ക്യാരറ്റും കൂടെ അരിഞ്ഞെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. രണ്ടാമത്തെ ഐറ്റം മത്തനും പച്ചപ്പയറും കൂടിയിട്ടുള്ള ഒരു ഓലയാണ്. പച്ചമുളക് ഇട്ടിട്ട് അതിലേക്ക് പയർ, കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് 1/4 ടീസ്പൂണ്. പയറിന് കുറച്ച് വേവുള്ളത് കാരണം ഫസ്റ്റ് കുറച്ച് വേവിച്ചിട്ട് ശേഷം മത്തൻ ആഡ് ചെയ്യാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. പയർ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മത്തൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തത്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ചു വയ്ക്കാം. മത്തൻ റെഡി ആയിട്ടുണ്ട്. അടുത്ത റെസിപ്പി ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് മസാലക്കറിയാണ്. ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസും കൂടെ ഇട്ട് വേവിക്കാൻ വയ്ക്കാം. ഇതാ ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി വേവിക്കാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് നന്നായി ചുവക്കെ വറുത്തെടുത്ത തേങ്ങ അരച്ചെടുക്കാം. കിഴങ്ങ് ഗ്രീൻ പീസിലേക്ക് വറുത്തരച്ച തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി കടുക് വറുത്ത് കൊടുത്താൽ മാത്രം മതി. മസാലക്കറി റെഡി ആയിട്ടുണ്ട്. മസാലക്കറിക്ക് കടുക് വറുത്ത് കൊടുക്കാം. 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം സവാള, കറിവേപ്പില, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി നന്നായിട്ടൊരു 3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഒരു സവാള, തക്കാളി പൊടി അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കും. മസാലക്കറി റെഡി ആയിട്ടുണ്ട്.
സദ്യ കൂട്ടുകറിയാണ്. അതിലേക്ക് വേണ്ട കടലപ്പരിപ്പ് ചെറിയൊരു കപ്പ് കഴുകിയെടുത്തത് ആഡ് ചെയ്തിട്ടുണ്ട്. കഴുകിയെടുത്ത കായ, ചേന കഷ്ണങ്ങൾ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. കുക്കറിലൊരു വിസിലടിച്ചെടുക്കാം. ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരവിയത്, 6 വറ്റൽമുളക് ഒന്ന് എണ്ണയിൽ ചൂടാക്കിയതാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചേന വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പുകൾ ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറി കടുക് വറുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ നന്നായിട്ട് ചുവക്കെ വറുത്തെടുക്കണം. തേങ്ങ നല്ല ബ്രൗൺ കളർ വരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്യാം. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. പഴം വേവിക്കാം. ഒരു കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ച് തിളയ്ക്കാറാകുമ്പോൾ അതിൽ 2 ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴം മുറിച്ചത് ആഡ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വേവട്ടെ. അടുത്തതായിട്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അതിനായിട്ട് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടാണ്, ചെറിയ 2 എണ്ണം. അത് നമുക്കിത് വേവിക്കാൻ ഒരു പാനിലേക്ക് ഇടാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വേവാൻ. കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ കടുക്, പച്ചക്കടുക്. ഇതൊന്ന് അരച്ചെടുക്കാം. ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നൈസായിട്ട് ഗ്രേപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ആഡ് ചെയ്യാം. തേങ്ങ, പച്ചമുളക്, ശകലം കടുക് അരച്ചതാണ്. തേങ്ങ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 3 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് വറുത്ത് കൊടുക്കാം. അടുത്തത് കോവയ്ക്ക മീൻകറി ഉണ്ടാക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടാവട്ടെ. ഓയിൽ ചൂടായി കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. നീളത്തിലരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങൾ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. നീളത്തിലരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങളാണത്. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം കറക്റ്റായിട്ട് കോവയ്ക്കയുടെ വഴുവഴുപ്പ് പോകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ കോവയ്ക്ക. ഇനി ഇതിലേക്ക് വറുത്തരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കും. കോവയ്ക്ക മീൻകറി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. സേമിയ പായസമാണ്. അത് പാല് 2 പാക്കറ്റ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 25 മിനിറ്റ്, 25 വേണ്ട, പാലടയ്ക്ക് 25, സേമിയയ്ക്ക് ഒരു 20 മിനിറ്റ് പൊക്കിയെടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു. നെയ്യിട്ട് കൊടുത്ത് പായസം റെഡി.
അവനെന്താ ചെയ്യുന്നത്? അതാണ്